സൈനിക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി മനുശങ്കരൻ ചേരുന്നു ദില്ലിയിൽ നിന്നും. മനു, പറയൂ. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി ഒരു പൊതുചടങ്ങിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അതും കോഴിക്കോട്ട് ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള പൊതു സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വൈകിട്ട് സംസാരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ നിലവിൽ ഉറി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശം കൃത്യമായി പ്രധാനമന്ത്രി നടത്തിയേക്കുമെന്നൊരു സൂചനകൾ ശക്തമായിരുന്നു. അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയടക്കം കേരളത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി കരസേന, വ്യോമസേന, നാവികസേന മേധാവികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയത്. നിലവിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത്. ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഇപ്പോഴും നിലവിൽ ചർച്ച തുടരുകയാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗ്, അതോടൊപ്പം വ്യോമസേന മേധാവി എന്നിവരും അടിയന്തരമായി പ്രത്യാക്രമണം നടത്തണമെന്ന ആവശ്യം ശക്തമായി പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. ഇതിൽ ഏകദേശം അനുകൂലമായ ഒരു നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഇന്ന് കോഴിക്കോട് നടത്തുന്ന ഈ പ്രസംഗത്തിലും ഇതിന്റെ സൂചനകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. കൂടാതെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ റഷ്യയും പാകിസ്ഥാനും സംയുക്തമായി സൈനിക അഭ്യാസം നടത്താനായി ഇരിക്കുകയാണ്. നിലവിൽ 6000-ഓളം മറ്റും വരുന്ന ഈ റഷ്യൻ സൈനികരാണ് ഈ അഭ്യാസത്തിനും മറ്റുമായി എത്തുന്നത്. ഇതിനാൽ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും കരുതലോടെ ഇരിക്കാനുമുള്ള ഒരു നിർദ്ദേശം നിലവിൽ സൈനിക തലങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ച പുരോഗമിക്കുന്നത്. നിലവിൽ മുംബൈ നാവികസേന ആസ്ഥാനത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ തോക്കുധാരികളെ കണ്ടെന്ന വാർത്തകളും വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി സുരക്ഷ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമാക്കിയിരുന്നു. അതിനാൽ ഈ സുരക്ഷയും മറ്റും വിലയിരുത്തി കൂടിയാണ് ഇന്നത്തെ ചർച്ച പുരോഗമിച്ചത്. ചർച്ച അല്പസമയങ്ങൾക്കകം അവസാനിക്കും. സുരാജ്. ശരി, മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന അതിക്രമണമാകാം ഉറി ഭീകരാക്രമണം എന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. ഇന്ത്യ തെളിവുകളില്ലാതെയാണ് തങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്നും ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. UN പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം ലണ്ടനിൽ വെച്ചാണ് നവാസ് ഷെരീഫിന്റെ പ്രതികരണം. ബലൂചിസ്ഥാനിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടർന്നാൽ പാകിസ്ഥാന് മേൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ പാർലമെന്റ് വൈസ് പ്രസിഡന്റ് റിസാഡ് സർനെക്കി. യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാനുമായി സാമ്പത്തിക, രാഷ്ട്രീയ, ഉഭയകക്ഷി ബന്ധമുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ തങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള നയം മാറ്റേണ്ടി വരുമെന്നും റിസാഡ് സർനെക്കി പറഞ്ഞു. യൂണിയനിലെ 28 രാജ്യങ്ങളും ഇക്കാര്യത്തിൽ പാകിസ്ഥാന് എതിരെ നിലപാടെടുക്കും. പാകിസ്ഥാന് ഇരട്ട മുഖമാണുള്ളതെന്നും ക്രൂരമായ ഒരു മുഖമാണ് ബലൂചിസ്ഥാനിൽ കാണുന്നതെന്നും സർനെക്ക് പറഞ്ഞു. ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കശ്മീർ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗ്. കശ്മീർ പ്രശ്നത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും നിർമ്മൽ സിംഗ് കോഴിക്കോട് പറഞ്ഞു. As far as Pakistan is concerned, Pakistan is directly sending its terrorists, its people to Jammu and Kashmir to create chaos and disorder, as has happened in Uri. Now Pakistan has to face it because Pakistan is not looking to the reasons. Pakistan is not understanding the thing that the terrorism which she created ultimately is going to damage Pakistan more. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഭിന്നത. BJPയുമായുള്ള BDJSന്റെ ബന്ധം നഷ്ടക്കച്ചവടമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ തുഷാർ രംഗത്ത്. അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത് മാത്രമാണെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല BJPയുമായി ബന്ധം തുടങ്ങിയതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എന്ന് പറയാനൊക്കെ ഞാൻ BDJS പറയേണ്ടത്. ഗുണമുണ്ടോ ഗുണമില്ലേ, ലാഭമാണോ നഷ്ടമാണോ എന്നില്ല. താങ്കളുടെ ഒരു വിലയിരുത്തലിൽ എന്തെങ്കിലും ഗുണം? കാരണം ഇതുവരെ വന്നതിൽ വെച്ചുകൊണ്ടുള്ള നഷ്ടക്കച്ചവടത്തിന്റെ കണക്ക് പറയാനൊക്കെ ഉള്ളത്. അതിന് ഗുണത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇപ്പോഴും വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു നഷ്ടക്കച്ചവടമായി പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. അത് SNDP യോഗത്തിന്റെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, പറയൂ. സുരാജ്, SNDP യോഗം ജനറൽ സെക്രട്ടറി BDJSനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും പിൻവലിച്ചു എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാര്യം അത്തരത്തിലുള്ള വാർത്തകളും വാക്കുകളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BDJS രൂപീകരിക്കുന്നതിനോ BDJSന്റെ പങ്കാളിയോ താനല്ല. താൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മാത്രമാണ്. BDJSന് BJPയുമായി ചേർന്നതിന് ശേഷം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത് പുനർചിന്തനം നടത്തേണ്ടത് BDJSന്റെ നേതാക്കളാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ദേശീയ നേതാക്കളൊക്കെ തന്നെ SNDPക്കും അതുപോലെ BDJSനും
നൽകിയിട്ടുള്ള പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ SNDP അല്ലെങ്കിൽ BJPയുമായിട്ട് ഇനി മുൻപോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടി വെള്ളാപ്പള്ളി നടേശൻ നൽകുകയുണ്ടായി. മാത്രവുമല്ല, കേരളത്തിലെ BJPയുടെ നേതാക്കൾക്ക് പോലും വേണ്ടത്ര പരിഗണന ദേശീയ BJPയിൽ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പരിഗണനകൾ BDJSന് ലഭിക്കുമെന്ന ആശങ്കയും അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJPയുമായി ഇനി യോജിച്ചു പോകത്തില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുമെന്നുള്ള സൂചനകളും നൽകുന്നുണ്ട്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. BDJSുമായി സഖ്യം തുടരണമെന്നാണ് BJPയുടെ ആഗ്രഹം. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BDJS ആണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. NDAയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് UDFനും LDFനും എതിരായിട്ടുള്ള ഒരു ജനകീയ വികാരത്തെ ഉയർത്തിപ്പിടിക്കുകയും LDFനും UDFിൻ്റെയും ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടിനും ബദലായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയെന്ന നിലയ്ക്കാണ് BDJS ഈ നാളിതുവരെ BJPയുമായിട്ട് ചോദിച്ച് NDAയിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒപ്പം പ്രവർത്തിക്കുകയാണ്. അതിപ്പം ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് BDJS നേതാക്കൾ ഇവിടെ ഉണ്ട്. അവരുടെ നിലപാടെന്താണെന്ന് അവരാണ് പറയേണ്ടത്. BJP ദേശീയ കൗൺസിൽ നേതൃയോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം. വ്യക്തി കേന്ദ്രീകൃതമായാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. നേതൃയോഗം സമാപിച്ചു. പ്രമേയത്തിന് അംഗീകാരം നൽകി. വൈകിട്ടെത്തുന്ന പ്രധാനമന്ത്രി ഉറി ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചേക്കും. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, പറയൂ. സുരാജ്, BJP ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള ദേശീയ നേതൃയോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. ഇന്നലെ ഉച്ച മുതലായിരുന്നു ഇവിടെ യോഗം ആരംഭിച്ചിരുന്നത്. പ്രധാനമായും നാളെ നടക്കുന്ന ദേശീയ കൗൺസിലിനകത്ത് അവതരിപ്പിക്കേണ്ട പ്രമേയം സംബന്ധിച്ചുള്ള അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ യോഗം. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ കമ്മിറ്റികളെക്കുറിച്ചും യോഗത്തിൽ പരിശോധന നടത്തിയിരുന്നു. കേരള ഘടകത്തെക്കുറിച്ച് വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള BL സന്തോഷാണ് കേരള ഘടകത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കേരളത്തിലെ വിഭാഗീയത തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പാർട്ടി 3 തട്ടിലായാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. B മുരളീധരന്റെയും PK കൃഷ്ണദാസിന്റെയും നിലവിലെ പ്രസിഡന്റായ കുമ്മനം രാജശേഖരന്റെയും നേതൃത്വത്തിൽ 3 കമ്മിറ്റികളായി 3 വിഭാഗങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതങ്ങളായി കമ്മിറ്റികൾ പോയാൽ സംഘടനയ്ക്ക് ഒരു തരത്തിലും വളരാൻ സാധിക്കില്ല എന്നാണ് BL സന്തോഷ് ഈ യോഗം മുമ്പാകെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. വൈകിട്ടാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വൈകിട്ടോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടേക്ക് എത്തും. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി ഒരു പൊതുസമ്മേളന വേദിയെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാകിസ്ഥാനുമായുള്ള പ്രശ്നത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. ആ പ്രസംഗത്തിന് വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ മുതലാണ് ദേശീയ കൗൺസിൽ യോഗം ചേരുന്നത്. അതിനിടയിൽ ഇന്ന് വൈകിട്ട് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് NDA നേതാക്കൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് NDA നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ആരംഭിക്കുന്ന ജനറൽ കൗൺസിൽ ഉച്ചയോടുകൂടി അവസാനിക്കും. പങ്കുവച്ചത് കോഴിക്കോട് നിന്നും. കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകളും VM സുധീരനുമായുള്ള തർക്കങ്ങൾക്കിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത്. പുനഃസംഘടന ഉടൻ വേണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെടും. 14 DCCകളും പുനഃസംഘടിപ്പിക്കണം, മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി അച്ചടക്ക സമിതി രൂപീകരിക്കണം എന്നീ നിർദ്ദേശങ്ങളും ഉണ്ട്. മന്ത്രി K രാജുവിന് നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 5 ദിവസമായി നിരാഹാരം നടത്തി വരികയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് അസഹിഷ്ണുത കാണിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. നടപടി പ്രതിഷേധാർഹമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സ്വർണ്ണക്കടകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പഴയ ആഭരണങ്ങളുടെ വാങ്ങൽ നികുതിയിൽ ഒരു കച്ചവടക്കാരൻ നിലവിലുള്ളതിന്റെ 5 ഇരട്ടി തുക അടയ്ക്കണമെന്നുള്ള വാണിജ്യ നികുതി വകുപ്പിൽ നിന്നുള്ള നോട്ടീസ് സ്വർണ്ണ വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കും. പല കടകളും പൂട്ടേണ്ടി വരുമെന്നും ചെറുകിടക്കാരെ മാത്രമല്ല വൻകിട സ്വർണ്ണ വ്യാപാരികളെ പോലും ബുദ്ധിമുട്ടിലാക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AKGSMA പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര, ജനറൽ സെക്രട്ടറി PC നടേശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇൻഫോ പാർക്കിലെ അടിസ്ഥാന വികസനം ലക്ഷ്യമിട്ട് ഈസ്റ്റേൺ ഗ്രൂപ്പ് കമ്പനിക്ക് കീഴിലെ നന്മയും കാസ്പിയൻ ടെക്സ് പാർക്ക് ഇന്ത്യയും കൈകോർക്കുന്നു. ഇൻഫോ പാർക്ക് പ്രധാന കവാടത്തോട് ചേർന്നുള്ള 2.25 ഏക്കർ സ്ഥലത്തെ മന്ദിരം വികസിപ്പിക്കുന്നതിനായി ഇരു കമ്പനികളും ധാരണാപത്രം ഒപ്പുവച്ചു. 2017 ഡിസംബറിൽ പൂർത്തിയാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ 3500 തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കമ്പനി ഭാരവാഹികൾ വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന ധാരണാപത്രം ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ഈസ്റ്റേൺ ഗ്രൂപ്പ് MD നവാസ് മീരാൻ, നന്മ MD അഷീൻ പാണക്കാട്, കാസ്പിയൻ ടെക്സ് പാർക്ക് ഇന്ത്യ MD തോമസ് ചാക്കോ മുക്കാടൻ എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ് വാർത്തകളിലേക്ക്. രാജ്യത്തെ പ്രഥമ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിന് കൊച്ചിയിൽ തുടക്കമായി. മത്സരങ്ങൾ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള റോയൽസ്, ചെന്നൈ റോക്കേഴ്സ്, കർണാടക ആൽപ്സ്, ടോളിവുഡ് തണ്ടേഴ്സ് എന്നീ ടീമുകളാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ജയറാമാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ.